Hello guys, welcome back to our channel. ഹലോ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു സ്ലീപ്പിംഗ് ബുദ്ധിയാണ്. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ഒരു കാർഡ്ബോർഡ് പേപ്പർ അല്ലെങ്കിൽ എന്തെങ്കിലും കട്ടിയുള്ള എന്തെങ്കിലും പേപ്പർ. അതിൽ നമുക്ക് ഇതുപോലൊരു ഷേപ്പ് വരച്ചെടുത്ത് ഒന്ന് വെട്ടിയെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ന്യൂസ് പേപ്പറാണ്. അത് ഇതുപോലെ നമുക്കൊന്ന് ചുരുട്ടിയെടുക്കാം. ഇനി ഒരു ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് നമുക്കിതിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടത് പേപ്പർ ടേപ്പാണ്. പേപ്പർ ടേപ്പ് വെച്ചിട്ട് നമുക്കിതിനെ ഫുള്ളൊന്ന് കവർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഫോയിൽ പേപ്പറാണ്. ഫോയിൽ പേപ്പർ കൊണ്ട് നമുക്ക് ഇതുപോലെ കുറച്ച് ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഇതൊരു കൈയിൻ്റെ ഭാഗമാണ്, അതുപോലെ ഇത് മറ്റൊരു കൈയാണ്. അതുപോലെ നമുക്ക് ഹെഡിൻ്റെ പോർഷൻ ഉണ്ടാക്കിയെടുക്കണം. അത് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 2 കാൽപാദങ്ങൾ. അതും നമുക്ക് ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇനി ഞാനിവിടെ ഫസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു കൈ ഇതിൽ ഒട്ടിച്ചു കൊടുക്കാം. അത് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് വേണ്ടത് കുറച്ച് ക്ലേ ആണ്. ക്ലേ വെച്ചിട്ട് നമുക്ക് ഇതിനെ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു കൈയിനെയും ഞാൻ ക്ലേ വെച്ചിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്യാം. അതുപോലെ തന്നെ 2 കാൽപാദങ്ങളും ഞാൻ ഇതേപോലെ ക്ലേ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി കാൽപാദത്തിന് നമുക്ക് കുറച്ച് വിരലുകളൊക്കെ കൊടുക്കാം. ഇതുപോലെ 2 എണ്ണം നമുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒന്ന് ചെയ്യണേ കാണിക്കണുള്ളൂ. അതുപോലെ നമുക്ക് 2ഉം ചെയ്തെടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനൊരു കൈപ്പത്തി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിന് ഡ്രസ്സിൻ്റെ ഒരു ഭാഗമായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇത് ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു കൈ ഉണ്ടാക്കി വെച്ചല്ലോ, അത് ഇതിലേക്കൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ക്ലേ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷെ നന്നായിട്ട് ഡ്രൈ ആവാൻ വെക്കണം കേട്ടോ. ഇനി അതുപോലെ തന്നെ നമുക്കതിൻ്റെ ഹെഡും ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ലൈറ്റിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അത്ര ക്ലിയർ ഇല്ലയെന്ന് എനിക്ക് തോന്നണേ. അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഉണങ്ങാനായിട്ട് വെക്കാം. ഇത് ഉണങ്ങാനെടുക്കുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ കാൽപ്പത്തിയും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. ക്ലേ വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ
അപ്പോൾ അതൊന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്കിതിൻ്റെ ഹെഡും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഇതിനൊരു കൈപ്പത്തിയും കൂടെ വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് ഉണ്ടാക്കി വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബുദ്ധൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് പെയിൻറ് ചെയ്തെടുക്കാം. പെയിൻറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് ഞാനിതിന് 3 സ്റ്റോൺസ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഡ്രസ്സ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ പെയിൻറ്റ് ചെയ്യാം. ഞാനിവിടെ ബ്ലാക്കും ഗോൾഡനാണ് യൂസ് ചെയ്യണേ. നമുക്ക് ഇഷ്ടമുള്ള ബ്രൗണോ കോപ്പറോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാനിവിടെ ബ്ലാക്കും ഗോൾഡനാണ് കൊടുക്കണേ. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വർക്ക്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ട് നമുക്ക് കുറച്ച് ന്യൂസ് പേപ്പറും കുറച്ച് ക്ലേ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്ലീപ്പിംഗ് ബുദ്ധി ഉണ്ടാക്കാൻ മനസ്സിലായല്ലോ. നല്ലൊരു ഹോം ഡെക്കറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.